പ്രജിത, ഈ ബാലരാമപുരത്തെ കുട്ടി ദേവേന്ദു, ഈ ദേവേന്ദുവിൻ്റെ മരണം കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായി. ഈ അമ്മയെ ശരിയായ രീതിയിൽ പോലീസ് ഇന്നാണെന്ന് തോന്നുന്നു അമ്മയെ അറസ്റ്റ് ചെയ്തതോ മറ്റോ വരുന്നത്. അതെ, ചോദ്യം ചെയ്യാൻ. ശരിക്കും നമ്മൾ കേട്ട നിരവധി കാര്യങ്ങളിലൂടെ നമ്മൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ നന്നായിട്ട് പല വാർത്തകളും നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ശരിക്കും ഈ അമ്മ ഒരു ഗജ ഫ്രോഡാണ് എന്നുള്ളത് തന്നെയാണ് വരുന്നത്, അല്ലേ? ഒരു ഗജ ഫ്രോഡ് എന്ന് പറയുമ്പോൾ അത് ആ ഫ്രോഡ് എന്ന വാക്കിന് ശരിയായൊരു ഡെഫിനിഷൻ ഉള്ളൊരു പെണ്ണാണ് ഈ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. അതെ, അങ്ങനെ ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് എന്തെങ്കിലും ഈ കേട്ട കാര്യങ്ങളിൽ ദേവിദാസനുമായി ബന്ധപ്പെട്ട് ദേവിദാസൻ ഇതിനകത്ത് കളിക്കുന്നുണ്ടോ? പിന്നെ ഹരികുമാർ എന്ന തൻ്റെ സഹോദരനോട് ഒരു അമ്മയുടെ സ്നേഹമാണ് തനിക്ക് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. ഹരികുമാറിന് പറഞ്ഞിട്ട് ഈ ദേവിദാസൻ ഇതിനിടയിൽ ബന്ധമുണ്ടെന്ന് പറയും. ഹരികുമാർ മാനസിക വൈകല്യമുള്ള ആളാണ്, അദ്ദേഹത്തിനെ സൈക്കാട്രിസ്റ്റിന്റെ മുമ്പേ വെച്ച് തന്നെ ചോദ്യം ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ, ഇപ്പം പറയുന്നതല്ല പിന്നീട് പറയുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു അനാസ്ഥ ഉണ്ടാകുന്നതായിട്ടൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നില്ലേ എന്നൊരു സംശയം പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്താ പറയാനുള്ളത്? എനിക്ക് ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഈ കുട്ടിയുടെ അമ്മ ദേവേന്ദുവിൻ്റെ അമ്മ ശ്രീതു ഗജ ഫ്രോഡാണ് എന്നുള്ളത് നമുക്ക് ഈ കണ്ട വാർത്തകൾ വരുന്നതിലൂടെ തന്നെ മനസ്സിലാക്കാം. ഏറ്റവും ഒടുവിൽ അവർ ദേവസ്വം ബോർഡ് ജീവനക്കാരിയാണെന്ന് പറഞ്ഞിട്ട് ഉന്നത ഉദ്യോഗസ്ഥയാണെന്ന് പറഞ്ഞാൽ പലരിൽ നിന്ന് പൈസ തട്ടിയിട്ടുണ്ട്. അതെ, പലരിൽ നിന്ന് പൈസ തട്ടിയിട്ടുണ്ട്. പിന്നെ ചേട്ടാ, ഈ പറയുന്നതിൽ ഈ ഹരികുമാർ എന്ന് പറയുന്നയാളെ കുറിച്ച് സമീപവാസികൾ പറയുന്നതും അയാൾക്ക് എവിടെയോ ഒരു വൈകല്യമുണ്ട്. അപ്പോൾ അധികം സംസാരിക്കാൻ ഒന്നും അതെ, ആബ്സെന്റ് മൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വളരെ പിന്നെ ഈ അമ്മയുടെ സ്നേഹമാണോ അല്ലയോ എന്നുള്ളത് ഇവർ ഡിലീറ്റ് ചെയ്തിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ പോലീസ് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് ചെയ്തെടുക്കേണ്ടി വരും. കാരണം അതൊരു ടാസ്ക്കാണ്. കാരണം ഇവരിപ്പോൾ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ചാറ്റ് ചെയ്യുന്നു, കൂടുതലും വോയിസ് മെസ്സേജ് ആണ്. എന്തുകൊണ്ട് ടൈപ്പ് ചെയ്ത് അയക്കുന്നില്ല എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഈ പറയുന്ന ഹരികുമാറിന്റെ ഈ ഒരു വൈകല്യം ഉള്ളത് കൊണ്ടോ മറ്റോ അദ്ദേഹത്തിന് ആ ഹരികുമാറിന് ഇത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഇത് കേട്ടു അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുവാണ്. അങ്ങനെ അമ്മയുടെ സ്നേഹമാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ മെസ്സേജ് ചെന്നപാട് ഇത് കേട്ടപാടെ തന്നെ ഡിലീറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഈ ദേവിദാസന്റെ കാര്യം, ദേവിദാസൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഒട്ടും നല്ലതായിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ നാട്ടുകാരിൽ നിന്ന്. അതായത് ഈ ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത് അതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടുകാർ അയാളെ വളരെ ബഹുമാനപൂർവ്വം സാർ എന്ന് അഭിസംബോധന ചെയ്ത് വിളിച്ചുകൊണ്ടിരുന്ന വീട്ടുകാരാണ്. ആ വീട്ടിലെ അതിന് തൊട്ടപ്പുറത്തുള്ള ഈ വിളിച്ചുകൊണ്ടിരുന്ന സ്ത്രീ പറയുന്നത് ആ സ്ത്രീയുടെ വീട്ടിലെ ചേട്ടൻ്റെ ഭാര്യയെ 1 വർഷമാകുന്നേ ഉള്ളൂ. അതായത് ഈ ജനുവരി വന്നപ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമാകുന്നതേ ഉള്ളൂ. അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് അറിയാമോ? അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധമാണ് എന്നുള്ളതാണ്. അതായത് ഈ സ്ത്രീയുടെ ഭർത്താവിനെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ് ഈ ദേവിദാസൻ തട്ടിപ്പുകാരൻ. കരിക്കകത്ത് ഒരു ട്യൂട്ടോറിയൽ കോളേജ്, ന്യൂ കോളേജ് എന്ന് പറയുന്ന ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ ഇദ്ദേഹം അധ്യാപകനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റിന്റെ ഭാര്യയെ കഴിഞ്ഞ വർഷം മനുഷ്യൻ ഒരു സൈഡ് തളർന്നുപോയ ഒരു മനുഷ്യൻ. അപ്പൊ ആ മനുഷ്യന്റെ ഭാര്യയെ, അതായത് അധ്യാപകൻ വിദ്യാർത്ഥിയുടെ ഭാര്യയെ തട്ടിയെടുത്തു എന്ന് പറയുന്നതാണ് ഉചിതം. ആ ഒരു രീതിയിലാണ്. അതായത് അവിടെ ചെന്നുകൊണ്ടിരുന്നത്, അവിടെ സഹായങ്ങൾക്ക് ചെന്നുകൊണ്ടിരുന്നതാണ്. ചെന്നുകൊണ്ടിരുന്ന ഈ ആളുടെ, അതായത് ഈ ദേവിദാസന്റെ ഭാര്യയ്ക്ക് ക്യാൻസറോ മറ്റോ ആയിരുന്നു. അപ്പോൾ അവരൊരു സൈഡായപ്പോൾ വയ്യാതെ ആയതോടുകൂടി ഇവരെ മാറ്റി നിർത്തിയിട്ടാണ് ഇവർ സഹായത്തിന് ചെല്ലുന്നത്. ഈ സഹായത്തിന് ചെന്ന സ്ത്രീയെയാണ് പല കഥകളും പറയേണ്ടി വരും നമുക്ക്. പറഞ്ഞു വരുമ്പോൾ ഒരുമാതിരി കഥകളായി പോവും. അതുകൊണ്ടാണ്. അപ്പോ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഈ ദേവിദാസൻ എന്ന് പറയുന്നത്. ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ ദേവിദാസനെ ആണെങ്കിലും വേണ്ട വിധത്തിൽ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ.
മാത്രമല്ല ശ്രീധുവിനെ ഇപ്പോഴാണ് ഇന്ന് രാവിലെയാണ് നമ്മൾ ശ്രീധുവിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത്. ഇന്നലെയൊക്കെ സമയമുണ്ടായിരുന്നു. ഈ സ്വഭാവ വൈകല്യമുള്ള ഒരാളാണ് ഹരികുമാർ എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ വൈകല്യമുള്ള ഒരാൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് എന്തിന് ഇത്ര ദിവസം ശ്രീധുവിനെ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ള ചോദ്യം. ഇത്രയും അടവ് നമ്പറുകൾ ഇറക്കുന്ന ഒരു സ്ത്രീയെ ഇത്രയും ദിവസം മാറ്റി നിർത്തിയല്ലോ. ചോദ്യം ചെയ്യൽ ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞുപോയി. അതായത് ആദ്യത്തെ ഒരു ദിവസം വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ അമ്മാവൻ സമ്മതിച്ചു അതുകൊണ്ടാണ്. പക്ഷെ ഈ അമ്മാവൻ അപ്പപ്പ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാള് ആളെ കാണുമ്പോൾ തന്നെ വൈരുദ്ധ്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരാളെ അയാൾ ഇങ്ങനെ മാറ്റി പറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ അമ്മയെ കൂടി വിളിച്ചിരുത്തി എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? ചോദ്യം ചെയ്യലിന് പല രീതികളുണ്ടല്ലോ. 3 പേരെയും ഇരുത്തി ചോദ്യം ചെയ്യുന്ന രീതിയുണ്ട്. ഈ ദേവിദാസൻ ഞാനൊന്ന് ഇടയ്ക്ക് പറഞ്ഞു, ഈ ദേവിദാസനെ സംബന്ധിച്ച് ദേവിദാസൻ തിരുവനന്തപുരത്ത്, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, എനിക്കറിയാം. ശംഖുമുഖം എന്ന് പറയുന്ന ദേവീക്ഷേത്രം വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. അവിടുത്തെ പിന്നെ ഈ ക്ഷേത്ര കമ്മിറ്റിയിൽ അംഗമായിരുന്നു. അവിടെ തട്ടിപ്പ് നടത്തി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ പലരെയും തമ്മിൽ ഉടക്കായിട്ട് അവരെ പരിക്കേൽപ്പിച്ച ഒരു വ്യക്തിയാണ്. പിന്നെ ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനാണെന്ന് പറയുന്നു. ഈ ട്യൂട്ടോറിയൽ കോളേജ് ഇരിക്കുന്ന സ്ഥലമൊക്കെ എനിക്ക് അറിയാവുന്നതാണ്, ഈ ക്ഷേത്രം എനിക്കറിയാവുന്നതാണ്. അപ്പോൾ അവിടുന്ന് ഈ പരിക്കേൽപ്പിച്ച ആൾ വർഷങ്ങൾ കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച അദ്ദേഹം പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയുടെ ഭാര്യയാണ് ഇദ്ദേഹം ഇപ്പോൾ അവിടെ ശുശ്രൂഷിക്കാൻ പോയിരുന്നവരെ കൊണ്ടുപോയത്. ആ പറയുന്ന ആ മനുഷ്യൻ അദ്ദേഹത്തിന് ഒരു സൈഡ് തളർന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സഹോദരിയാണെന്ന് തോന്നുന്നു നമ്മൾ ആ കണ്ട വീഡിയോയിൽ സംസാരിക്കുന്നത് സർ എന്ന് സംസാരിച്ചിട്ടുള്ള ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനായ. അവർക്ക് ഇപ്പോഴും ഇത് കേട്ടിട്ടും അവരുടെ ജീവിതത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ മാത്രമാണ് അവർ പരാതി കൊടുത്തത്. അല്ലെങ്കിൽ അവർ എന്നിട്ടും അവർ പറയുന്നത് സാർ എന്ന് തന്നെയാണ്. സത്യത്തിൽ അങ്ങനെ ഒരു ജീവിതാനുഭവം ഉള്ള ഒരു കുടുംബത്തിൽ അവർ പറയുന്നില്ലേ സാർ എന്ന് വിളിക്കോ? എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ ദേവേന്ദ്ര എന്ന് പറയുന്ന ഈ കൊച്ചു കുട്ടിയെ കൊണ്ട് ആ വീട്ടിൽ വന്നതും ആ കുട്ടി കരഞ്ഞതായിട്ടും ആ വീട്ടുകാർ കേട്ടിട്ടുണ്ടെന്ന് പറയും. അതെ, ഈ വൃശ്ചിക മാസമാകുമ്പോൾ അവിടെ പലതരത്തിലുള്ള പൂജകളൊക്കെ നടക്കാറുണ്ട്, അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ വൃശ്ചികത്തിൽ ഇവിടെ ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ഈ കുട്ടിയെ അവർ കണ്ടിട്ടുണ്ട്. ഈ മരണപ്പെട്ട അമ്മാവൻ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന് പറയുന്ന ആ കൊച്ചു കുട്ടിയെ കണ്ടതായി ആ വീടിനടുത്തുള്ളവർ. അതായത് അവർക്ക് അന്നറിയില്ല ഈ കുട്ടിയാണ് അത് എന്നുള്ളത്. അപ്പോ ഈ മരണശേഷമാണ് ഇവർ ഈ കുട്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ പോലീസിന് എവിടെയോ ലാഗിങ് വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് ശ്രീധുവിനെ ചോദ്യം ചെയ്യുന്നതിൽ ദേവിദാസനെയും കൃത്യമായി ചോദ്യം ചെയ്താൽ. അതുപോലെ ഇതില് ദേവിദാസന്റെ അടുത്തേക്ക് ശ്രീധു ഒരിക്കൽ വന്നിട്ട് കണ്ടിട്ട് കരിക്കകം അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴി പറഞ്ഞു ഇത് എൻ്റെ രണ്ടാം ഭർത്താവാണെന്ന് ചോദിക്കുമ്പോൾ ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ചോ എന്ന് ചോദിക്കുന്നു. പിന്നെ ഈ പറയുന്ന പോലെ നാട്ടുകാർ പറയുന്നുണ്ട് ഈ ഹരികുമാറും ശ്രീധുവും കൂടെ ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ അച്ഛനെ കൊലപ്പെടുത്തിയത്. കാര്യം ശ്രീധുവിന് ഒരുപാട് വഴിവിട്ട ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞ് പലരിൽ നിന്നും ജോലി വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് കാശി പിരിച്ചതായി നാട്ടുകാർ. അതായത് ഈ ശ്രീധുവിന്റെയും ഹരികുമാറിന്റെയും ഇത്തരത്തിലുള്ള പ്രവർത്തികളെ ഒരുപക്ഷെ ഇവരുടെ അമ്മ വരെ ഇവരുടെ ഒപ്പമാണ് നിന്നിരുന്നത് എന്നാണ് നമ്മൾ പല വിടേണ്ട കാര്യമില്ല. അമ്മയെയും ചോദ്യം ചെയ്യണം, ശ്രീധുവിന്റെ അമ്മയെ ചോദ്യം ചെയ്യണം. ശ്രീധുവിന്റെ ഭർത്താവ് ഈ അതായത് അമ്മായി അച്ഛന്റെ മരണത്തിന് ശേഷം 16-ന്റെ തലേ ദിവസമാണ് ശ്രീധുവിന്റെ വിളിച്ചു വരുത്തുക. അമ്മാവൻ എന്ന രീതിയിൽ. കാര്യം അച്ഛൻ ഇവരെ വിലക്കിയിരുന്നു. നാട്ടുകാർ പറയുന്നത് രാത്രി കാലങ്ങളിൽ ഇവരെ കാണാൻ പല ആൾക്കാരും അവിടെ വന്നിരുന്നു. അപ്പോൾ ഈ വഴിവിട്ട ജീവിതം ഈ ശ്രീധുവിന് ഉണ്ടായിരുന്നു എന്ന കാര്യം ഉറപ്പാണ്. പിന്നെ രണ്ടാമത് ഈ പറയുന്ന പോലെ ഈ കുഞ്ഞിനെ 16-ന്റെ അന്ന് തന്നെയാണ് കൊലപ്പെടുത്തുന്നത്. അതായത് അച്ഛൻ മരിച്ചതിൻ്റെ അന്ന് രാത്രി 16-ന്റെ അന്നാണ് കൊലപ്പെടുത്തുന്നത്. അപ്പോൾ പോലീസ് അന്വേഷണത്തിൽ ഇതിൽ ചോദ്യം ചെയ്യപ്പെടാത്തതായി കാണുന്ന അവരുടെ അമ്മ, ശ്രീധുവിൻ്റെ അമ്മയുണ്ട്. ഹരികുമാറിനെയും ശ്രീധുവിനെയും മാത്രം ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. ഈ 36 ലക്ഷം അവരുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന പൂജാരി എന്ന് പറയുന്ന ആള് ഈ ദേവിദാസൻ വാങ്ങി എന്നുള്ളതിൻ്റെ പരാതി അവർ പേട്ട പോലീസ് സ്റ്റേഷനിൽ കൊടുത്തെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ശക്തമായ തെളിവുകൾ നിൽക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ദുരൂഹത ഇപ്പോഴുമുണ്ട്. ഈ ദേവിദാസന് പങ്കുണ്ട്. ഇവരുടെ രണ്ടാം ഭർത്താവ് എന്ന് പറയുന്ന ആളിനെ ചോദ്യം ചെയ്യേണ്ടതല്ലേ? ഈ രണ്ടാം ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവരുകൊണ്ട് പരിചയപ്പെടുത്തുക. ഈ ശ്രീധു ഈ ദേവിദാസിന്റെ അടുത്ത് ലിവിങ് ടുഗദർ പാർട്ട്ണറുമായിട്ട് ചെല്ലുമ്പോൾ അനുഗ്രഹിച്ചു വിടുകയും കൂടി ചെയ്തിട്ടുണ്ട്. അതെ, അപ്പോൾ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യേണ്ടതല്ലേ? അച്ഛൻ മരിച്ച് 16-ന്റെ അന്ന് തന്നെ ഈ കുട്ടി മരണപ്പെടുമ്പോൾ അതിലും പിന്നെ എന്താണ് ദുരൂഹത ഉണ്ടല്ലേ? ഈ ശ്രീജിത്ത് അന്ന് രാത്രി വന്നു എന്ന് പറയുന്നു. അവിടെ തങ്ങിയൊരു രാത്രി ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ
മറ്റൊരു കാര്യം എനിക്ക് സംശയം തോന്നിയതേ, ഈ അച്ഛൻ കുട്ടിയുടെ അച്ഛനെ നിർബന്ധിച്ച് വിളിച്ചു വരുത്തുകയായിരുന്നു. അതായത് രാത്രി അവിടെ തങ്ങിയെന്ന് പറയുന്നു. അതെ, അത് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വിളിച്ചു വരുത്തുകയാണെങ്കിൽ അപ്പോൾ ഇദ്ദേഹത്തിന്റെ തലയിലേക്ക് ഈ ഒരു സംഭവം നടത്തുകയും ഇദ്ദേഹത്തിനെ ഒഴിവാക്കാനായിട്ട് വെച്ചുകെട്ടാനുള്ള ശ്രമമാണ്. അപ്പോ ഈ തീ പിടിച്ചത് ഭർത്താവ് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് രീതിയിൽ പറയപ്പെടുന്നുണ്ട്. തീ പിടിച്ചത് അറിഞ്ഞിട്ടില്ല, ഈ കുട്ടിയെ കാണാതായത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും, അതായത് ഈ ഭർത്താവിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സെഡേഷനുള്ള എന്തെങ്കിലും സാധനം കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഉണ്ടായിരുന്നോ എന്നൊരു സംശയം എനിക്കിപ്പോഴും ഉണ്ട്. കാരണം ഇപ്പോൾ പറയുന്ന ഭർത്താവ് ഉണ്ടായിരുന്നു, തുടക്കത്തിൽ കേട്ടത് ഭർത്താവ് ഉണ്ടായിരുന്നില്ല എന്നാണ്. ആ വീട്ടിലെ അമ്മാവൻ, ഈ കുട്ടി, പിന്നെ ശ്രീതു തുടങ്ങിയവരെ തന്റെ കൂടെയല്ല കുട്ടി കിടന്നത് എന്ന് പറഞ്ഞൊരു അല്ല, ഈ അച്ഛൻ പറഞ്ഞു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ, അങ്ങനെ അദ്ദേഹം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ, ഈ തീപിടുത്തം ഉൾപ്പെടെയുള്ളവ അറിയാതെ പോയിട്ടുണ്ട്, കുഞ്ഞു കരഞ്ഞത് അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ, അത്രയും ആഴത്തിലൊരു നിദ്രയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവിടെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടാകില്ലേ എന്നുള്ള സംശയം കൂടി അവിടെ ഉണ്ട്. അതുപോലെ വേറെ ആരെങ്കിലും, ഇപ്പോ ഈ ശ്രീജിത്ത് വന്ന ദിവസം വേറെ ആരെങ്കിലും അവിടെ അതിനകത്ത് വന്നിട്ട് ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്ന കാര്യത്തിൽ എന്തെങ്കിലും പ്ലാനിങ് വേറെ ഈ ഹരി എന്ന് പറയുന്ന ആൾ ഇപ്പൊ പറയുന്നതല്ല, പിന്നീട് പറയുന്നത് എന്ന് പറയുമ്പോൾ ഹരി എന്ന് പറയുന്ന ഈ പ്രതിയായി ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി വേറെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒക്കെ തിരക്കേണ്ടി വരും. കാര്യം ശ്രീധുവിന്റെ വഴിവിട്ട പോക്കിന്റെ കാര്യം ഒരു സംഗതി. അപ്പോൾ ശ്രീധുവിന് നന്നായി ചോദിക്കേണ്ടി വരും. പിന്നെ വൻ സാമ്പത്തിക തട്ടിപ്പും ഇവരെ ഈ പറയുന്ന ആഭിചാര ക്രിയയിലേക്ക് നയിച്ചതിന്റെ പേരിൽ ദേവിദാസനെ ശരിക്കും അടപടല പൂട്ടേണ്ട കാര്യം തന്നെ ഇതിനകത്തുണ്ട്. ദേവിദാസൻ ഒരു 1-ാം നമ്പർ തരികിടയാണ് എന്നുള്ള കാര്യം തീർത്തും വ്യക്തം. ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിൽ ദേവിദാസൻ ഇന്റർവ്യൂ അദ്ദേഹത്തോട് ചോദിച്ചറിയുമ്പോൾ പലതും ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് അവതാരകൻ ചോദിക്കുമ്പോൾ അവിടെ കിടന്ന് തപ്പുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ ആലോചിച്ച് എടുത്തതിന് ശേഷമാണ് പറയുന്നത്. ചില കാര്യങ്ങൾ പഠിച്ചു വെച്ച് പറയുന്നതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഏതെങ്കിലും ക്രിമിനൽ വക്കീലൊക്കെ കൂടെ ഉണ്ടാകും, ക്രിമിനൽ വക്കീലിന്റെ ഉപദേശം തന്നെ കിട്ടിയിട്ടുണ്ടാകും. കാര്യം പോലീസ് 2-ാം ദിവസവും ചോദ്യം ചെയ്യാനെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതിന്റെ ഒരു ലാഗിങ് കാണുന്നുണ്ട്. ഇത്തരത്തിൽ ഹരികുമാറാണ് എടുത്ത് കിണറ്റിലേക്ക് ഇട്ടു എന്ന് പറയുന്നുണ്ട് എങ്കിൽ, അത് കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അതിലവിടെ കഴിയുന്നില്ല. ഇതിനകത്തുള്ള എന്തായാലും പോലീസിന്റെ അന്വേഷണം ചെറുതായി ഒന്ന് തണുത്തോ എന്നൊരു സംശയം വരുന്നുണ്ട്. ഇനി വേറെ ഏതെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. ശ്രീധുവിനെ നാട്ടുകാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ശ്രീധുവിന് നിർണായക പങ്കുണ്ട്. ശ്രീധുവിൻ്റെ അമ്മയെ ചോദ്യം ചെയ്യണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ശ്രീധുവിൻ്റെ വഴിവിട്ട ജീവിതമാണ് ഇതിനകത്തുണ്ടായിരിക്കുന്നത്. സഹോദരിയുടെ സ്നേഹം കിട്ടിയില്ല എന്ന് ഹരി എന്ന് പറയുന്ന സഹോദരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു വേള സഹോദരിയുടെ സ്നേഹം കിട്ടാത്തതുകൊണ്ട് ദേഷ്യത്തിനെടുത്ത് കുഞ്ഞിനെ കെട്ടിലിട്ടു എന്ന് പെട്ടെന്ന് നമുക്ക് സാധൂകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പോലീസ് അന്വേഷണം എന്താകും, ഊർജിതമാകണം എന്ന രീതിയിലാണ് നാട്ടുകാർ പറയുന്നത്. നമ്മൾ അറിയുന്നതും അങ്ങനെയാണ്. ഇതിനകത്ത് എന്തൊക്കെയോ വേറെയും ചില നീക്കുപോക്കുകൾ നടക്കുന്നുണ്ടോ എന്ന് സമൂഹം സംശയിക്കുന്നുണ്ട്.